ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് ഞങ്ങൾ എല്ലാരും കുക്കുവിന്റെ അമ്മാമ്മയുടെ വീട്ടിൽ പോവാണ്. ഇവരെല്ലാരും കാറിൽ വരും. കുക്കുവും ഞാനും ഇവരെ അമ്മയൊക്കെ ഞങ്ങൾ സ്കൂട്ടറിലാണ് പോകുന്നത്. ഇവരാദ്യമേ പറഞ്ഞുവിടാ. ഗൈസ്, ഇവിടെ അമ്മാനും ഇരിപ്പുണ്ട്. അമ്മാനും ഗൈസ്, നമുക്ക് ഇവിടെ ചെറിയൊരു ഐറ്റം കൂടെ ഉണ്ട്. ചെറുതിനെ കാണിച്ചു ഐസു ടാറ്റ പറഞ്ഞേ. ടാറ്റ പറ. ഇത് 4 ടാറ്റ. അങ്ങനെ എല്ലാവരും റെഡിയായി നേരെ വണ്ടിയിലോട്ട് കയറി. പിന്നെ ഞാൻ സ്കൂട്ടറിലാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് എൻ്റെ കൂടെ വന്നാൽ മതി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരാൻ വിചാരിച്ച്. അപ്പം ഞങ്ങൾ പോയിട്ട് വരാം ഗൈസ്. ഞാനും അമ്മയാണ് സ്കൂട്ടറിൽ പോകാൻ പോകുന്നത്. അവർ കാറിലാണ് പോകുന്നത്. നമുക്ക് പിന്നെ വഴി അറിയാത്തതുകൊണ്ട് ഇവരെ പുറകെ വേണം പോകാൻ. നമ്മൾ ആദ്യം വന്നത് കുറേ നാൾ മുമ്പായിരുന്നു. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് വഴി ഇപ്പോൾ ഓർമ്മയില്ല. കുറേ നാളായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ അങ്ങനെ ഫൈനലി കുക്കിയും പിന്നെ ചിച്ചും പായും തോന്നുന്നു. എന്തൊരാശ്വാസം. ഗൈസ്, ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ്. കുക്കു ആൻഡ് കുഞ്ഞാറ്റ. കുഞ്ഞാറ്റ, നമ്മളെ സൂവിൽ പോയ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. ഗൈസ്, ഇവിടെ ഒരു അമ്പലമുണ്ട്. പിന്നെ നമുക്കിത് അവിടെ കാണുന്നത് കായലാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. പക്ഷെ അവരിതുവരെ എത്തിയില്ല. കാറിൽ വന്നവരൊന്നും ഇതുവരെ എത്തിയിട്ടില്ല. നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം. ഇവിടെ അധികം സ്ഥലമുള്ളത് കൊണ്ട് കുഞ്ഞാറ്റ ഇവിടെ ഇട്ട് വണ്ടി പിടിക്കുന്നു. ലാസ്റ്റ് വണ്ടി ഉള്ളവരൊക്കെ ഇറങ്ങി വരൂ. പുതിയ റൈഡാണ്. അയ്യോ, എനിക്കെന്താ കാണാൻ. അവൻ എന്റെ മണ്ടേ കയറി ഇതൊക്കെ ആയിരുന്നേ. ഗൈസ്, നമ്മളിനി വീട്ടിലോട്ട് പോവാണ്. ഇവിടെ നല്ല വ്യൂ ആണ്. കായൽ. ഇല്ല, സംഗീതത്തെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലോട്ട് കയറി. നമുക്ക് ജ്യൂസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കുടിച്ചിരുന്നപ്പോഴാണ് നമ്മളിത് ഈ ഒരു വ്യൂ കണ്ടത്. ഇവിടുത്തെ ഹോളിൽ നിന്ന് ഇങ്ങനെ ജനലോടെ നോക്കുമ്പോൾ ഈ കായലിൻ്റെ ഒരു വ്യൂ കാണാം കേട്ടോ. അടിപൊളി വ്യൂ ആണത്. അങ്ങനെ നമ്മൾ ജ്യൂസെല്ലാം കഴിച്ചിട്ടപ്പോൾ നമുക്കൊരു പ്ലേറ്റ് ഇത് സ്നാക്സ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഷഫീനത്തൊക്കെ സെയിം വാഷ് കാണിച്ചേ. കണ്ടോ സെയിം കളർ. സെയിം കളർ. പക്ഷെ രമേശിന്റെ ഇടന്ന് മേടിച്ചാണോ? രമേശിന്റെ ഇടന്നാ മേടിച്ചേ. പറഞ്ഞില്ല തെണ്ടി. ഇങ്ങനെ പേടിക്കലടാ. ഞങ്ങൾക്ക് ഇവിടുന്ന് പുതിയ ഫ്രണ്ടിനെ കിട്ടി. കൊള്ളാല്ലേ? ഗൈസ്, നമ്മളിനി അടുത്തത് അങ്ങോട്ട് പോവാണ്. ഇവിടെ എല്ലാം സൂക്ഷിച്ചു പോകണം ഗൈസ്. ഇവിടെ ചെളി കാണാൻ ചാൻസ് ഉണ്ട്. പണി കിട്ടും. ഇവിടെയൊക്കെ കൊള്ളാം കേട്ടോ കാണാൻ. യെസ്, അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. എന്താ പറ്റി? ഐസ ചാണകത്തി ചവിട്ടി. ഓ ആ, നമ്മളിവിടെ ഒരു വട്ടം വന്നിട്ടുണ്ട്. പിന്നെ കുറേ നാളിന് ശേഷമായിരുന്നു. നമുക്കിനി ഇങ്ങോട്ട് പോവാം ഗൈസ്. ഇവിടെ ഒരു ഏർമാടം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഈ ഏർമാടത്തിൽ കയറിയിട്ടുണ്ട് അല്ലേ? പക്ഷെ ഇപ്പൊ ഇത് കുറച്ച് പൊളിഞ്ഞു. നമുക്കിനി അപ്പുറത്തെ സൈഡിൽ പോവാം. അപ്പുറത്തെ സൈഡിൽ നല്ല വ്യൂ ആയിരിക്കും ഗൈസ്. നമ്മൾ അപ്പുറത്തെ വഴി പോവാം. അതെ ഗൈസ്, കമോൺ. ചാട്. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് KK ജോസ്. ഇവിടെ കൊറേ മറ്റേ ഇതുണ്ട്, കല്ലുമ്മക്കായി എന്തുവാ
കൊറേ ഉണ്ട് കേട്ടാ, അടിപൊളി. ഇവിടെയൊക്കെ കിടപ്പുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ കായൽവാരത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ വെള്ളത്തിൽ ഇറങ്ങിക്കോളാൻ വയ്യ ഗൈസ്. അവിടെ പോയി ഇറങ്ങാൻ പറ്റുമോ? എങ്കിൽ നമുക്ക് പോയി ഇറങ്ങാം. നമ്മളെല്ലാരും ഇറങ്ങാൻ സഹായിക്കുന്ന അച്ചൂസാണ്. കല്ലുമ്മേക്കക്ക അങ്ങനെ എന്താണ് പറയുന്നത് നോക്കട്ടെ ഗൈസ്. മാങ്ങ നല്ല വേണം. നമ്മളിവിടെ മാങ്ങ വിൽച്ചാൻ വന്നിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഒരു കാട് പോലില്ലേ. അടുത്ത വീഡിയോ എടുക്കുന്ന ആളെ കണ്ടുപിട്ടിട്ടുണ്ട് ഷെഫീനകത്ത്. മരത്തിന്മേലൊരു കൊരകൻ. ഇവിടെ കായലിൽ കല്ലെറിയാൻ അമ്മനൊരു കല്ലെടുക്കാൻ കിടന്ന് കഷ്ടപ്പെട്ടു. എന്തുവാ ഇത്? അമ്മനെ കല്ലെറിയിട്ട് മാറ്. അമ്മനെ എറിഞ്ഞ എന്താ ചെയ്യുന്ന നോക്കട്ടെ. വാവ്, ഞാനൊരു വലിയ സംഭവം അല്ലേ. അവിടെ പിന്നെ നല്ല തണുത്ത കാറ്റും നല്ല വ്യൂ ഒക്കെ ആയിട്ട് നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരെല്ലാവരും ഉള്ളപ്പോൾ പിന്നെ സമയം പോകുന്നത് അറിയത്തില്ല. ഗൈസ്, നമ്മളെ ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. നമ്മളിനി തിരിച്ചങ്ങോട്ട് പോവുകയാണ്. തിരിച്ചു പോയിട്ട് നമ്മളിനി വീട്ടിലോട്ട് പോകാനായിരിക്കും. ഗൈസ്, ഇനി വന്ന പോലെ നമ്മളിതേ മതില് ചാടി പോവാണ്. മതില് ചാടി ടാസ്ക് ഒന്നുമില്ല. ഇവിടെ നേരത്തെ അങ്ങോട്ട് ചാടുക. ചാടാൻ എല്ലാരും എക്സ്പേർട്ട് ആയിട്ട് കുഴപ്പമില്ല. എല്ലാരും മതില് ചാടുന്നതായിരിക്കും. അമ്മയൊക്കെ ഇപ്പതോ ഗൈസ്, നമ്മൾ അവിടുന്ന് കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കുറെ നേരം അവിടെ ഇരുന്നിട്ട് നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് വരികയാണ്. പിന്നെ നമ്മൾ അവിടുന്ന് വീട്ടിൽ വന്നിട്ട് നമ്മൾ നേരത്തെ പിച്ച മാങ്ങ ഉപ്പും മുളകിട്ട് തിന്നലായിരുന്നു അടുത്ത പരിപാടി. കൂടെ നമുക്ക് ക്യാരറ്റും ഉണ്ടായിരുന്നു കഴിക്കാൻ. പിന്നെ ഞാനും അമ്മയും കൂടെ നന്ദൂട്ടം വളർത്തുന്ന മീനെയൊക്കെ ഒന്ന് കാണാൻ പോയി. ഞാനും അമ്മയും അതിൻ്റെ അപ്പുറത്തുള്ള വേറൊരു സ്പോട്ടിൽ വന്നിരിക്കുകയാണ്. പക്ഷെ ഇവിടെ കുറച്ചുകൂടെ കാണാൻ അടിപൊളിയാണ് ഗൈസ്. നല്ല വ്യൂവും നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ. ഇവിടുത്തെ വ്യൂ ഇതാണ്. നമ്മൾ നേരത്തെ നിന്നത് അവിടെ ആയിരുന്നില്ലേ, നിൽക്കുന്ന അവിടെ. നമ്മൾ അവിടുന്ന് തിരിച്ചിങ്ങോട്ട് വന്നു. ഞങ്ങളിവിടെ ഞാനും അമ്മയും ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഐസ് അവിടെ കുറേ നേരമായിട്ട് കരയായിരുന്നു കൊണ്ടുവരാത്തതുകൊണ്ട്. ഗൈസ്, ഇവിടെ സൺസെറ്റിൻ്റെ ടൈമായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അവിടുന്ന് ആ ഒരു ലൈറ്റ് കണ്ടിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പം അടിപൊളി വ്യൂ ആണ് ഗൈസ്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. നമ്മളിപ്പോൾ ഇവിടുന്ന് പോകാൻ പോവാണ്. അപ്പം ഇത്രയും നേരം അടിപൊളിയായിരുന്നു ഗൈസ്. നമ്മളിവിടെ എല്ലാവരും എൻജോയ് ചെയ്തു സൂപ്പറായിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.